നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വനപർവം പരശുരാമചരിതം. അടുത്ത ദിവസം യുധിഷ്ഠിരനും സംഘവും ഋഷ്യശൃംഗാശ്രമത്തിൽ നിന്നും പുറപ്പെട്ടു. അവർ വീണ്ടും പല തീർത്ഥങ്ങളും സന്ദർശിച്ച് മഹേന്ദ്ര പർവ്വതത്തിലെത്തി. അവിടെയാണ് ഭൃഗുരാമാശ്രമം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ അവിടെ തപസ്സു ചെയ്യുന്നു. ഭൃഗുക്കൾ, അങ്കിരസന്മാർ, വാസിഷ്ഠന്മാർ, കാശ്യപന്മാർ തുടങ്ങി അനവധി താപസന്മാർ അവിടെ ഉണ്ടായിരുന്നു. ലോമശ മഹർഷി അവരെയൊക്കെ യുധിഷ്ഠിരന് പരിചയപ്പെടുത്തി കൊടുത്തു. അക്കൂട്ടത്തിൽ അകൃതവ്രണൻ എന്ന താപസനും ഉണ്ടായിരുന്നു. പരശുരാമന്റെ ഒരു അനുചരനായിരുന്ന ഇദ്ദേഹം ഭൃഗുരാമന്റെ വീര്യകൃത്യങ്ങളൊക്കെ നേരിൽ കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൽ നിന്നും അതൊക്കെ കേൾക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച യുധിഷ്ഠിരന് പരശുരാമൻ 21 പ്രാവശ്യം ക്ഷത്രിയരുടെ രക്തം ചീന്തിയതും കാർത്തവീര്യാർജുനനെ കൊന്നതും മറ്റുമായ കഥകൾ വിവരിച്ചു കൊടുത്തു. ഇനി കാർത്തവീര്യാർജുനൻ. അകൃതവ്രണൻ പറഞ്ഞു, 1000 കൈയുള്ളവനായിരുന്നു കാർത്തവീര്യാർജുനൻ. അവന് സ്വർണ്ണ വിമാനവും ലോകാധിപത്യവും സിദ്ധിച്ചു. അവൻ്റെ വിമാനത്തെ ആർക്കും തടുക്കാൻ കഴിയുമായിരുന്നില്ല. ഇതെല്ലാം അവൻ നേടിയത് ദത്താത്രേയൻ അവന് നൽകിയ വരബലം കൊണ്ടാണ്. കാർത്തവീര്യാർജുനൻ വരം സിദ്ധിച്ചപ്പോൾ അഹങ്കാരിയായി തീർന്നു. അവൻ സ്വർണ്ണ വിമാനത്തിൽ കയറി സകല ദിക്കിലും ചെന്ന് ദേവന്മാരെയും യക്ഷന്മാരെയും ഋഷികളെയും മർദ്ദിച്ചു. എല്ലാ ജീവികളെയും പീഡിപ്പിച്ചു. ഇന്ദ്രാണിയോടുകൂടി കളിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രനെ അപമാനിച്ചു. വിഷ്ണുവിനെ പോലും വെല്ലുവിളിച്ചു. കാർത്തവീര്യാർജുനന്റെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ എല്ലാവരും കൂടി വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. ഭാർഗവ വംശജനായ ഋജീകൻ എന്ന മുനിസത്തവന്റെ പുത്രനാണ് ജമദഗ്നി മഹർഷി. അദ്ദേഹം മഹാതപസ്വിയും വേദജ്ഞനും ആയിരുന്നു. ജമദഗ്നി ഭാര്യയായ രേണുകയോടൊന്നിച്ച് നർമ്മദാ നദിക്കരയിൽ ആശ്രമം ചമച്ച് പാർത്തു വന്നിരുന്നു. അവർക്ക് രമണ്വാൻ, സുഹോത്രൻ, വസു, വിശ്വവസു എന്നീ 4 പുത്രന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 5ാമത്തെ പുത്രനായി മഹാവിഷ്ണു ജന്മമെടുത്തു. ആ പുത്രന് രാമൻ എന്ന പേരാണ് നൽകിയത്. പിൽക്കാലത്ത് ശിവനിൽ നിന്ന് പരശു എന്ന ആയുധം, അതായത് വെൺമഴു ലഭിക്കുകയാൽ അദ്ദേഹം പരശുരാമൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഒരു ദിവസം രേണുക കുളിക്കാൻ പോയി. നർമ്മദാ നദിയിൽ ചിത്രരഥൻ എന്ന ഗന്ധർവ രാജാവ് സുന്ദരിമാരായ ഭാര്യമാരോടുകൂടി ജലക്രീഡ നടത്തുന്നത് അവൾ കണ്ടു. അവൾ രാജാവിലും അവരുടെ ജലക്രീഡയിലും ആകൃഷ്ടയായി കുറച്ചു നേരം രാജാവിനെ തന്നെ നോക്കി നിന്നു. തന്മൂലം അവളുടെ മനസ്സിന് പതിത്വം സംഭവിച്ചു. അവൾ അന്ന് വളരെ താമസിച്ചാണ് ആശ്രമത്തിൽ തിരിച്ചെത്തിയത്. ഇനി രാമന്റെ മാതൃഹത്യ. പത്നി പോയി വളരെ നേരമായിട്ടും മടങ്ങിയെത്താത്തതിൽ കുപിതനായ ജമദഗ്നി രേണുകയെ കണ്ടപ്പോൾ രോഷം കൊണ്ട് വിറച്ചു. അവൾക്ക് പാതിവൃത്യഭ്രംശം ഉണ്ടായതായിട്ട് മഹർഷി കരുതി. കുലടേ എന്ന് വിളിച്ചുകൊണ്ട് മുനി അവളെ ശകാരിച്ചു. പുത്രന്മാരിൽ ഓരോരുത്തരെയും വിളിച്ച് അമ്മയെ കൊല്ലുവാൻ ആജ്ഞാപിച്ചു. ആദ്യത്തെ 4 പുത്രന്മാരും ഒന്നും ചെയ്യാതെ മൗനികളായി നിന്നതേ ഉള്ളൂ. തൻ്റെ ആജ്ഞയെ ധിക്കരിച്ച അവർ വൃദ്ധാരൂപികളായി തീരട്ടെ എന്ന് ജമദഗ്നി ശപിച്ചു. അതിനുശേഷം ജമദഗ്നി 5ാമത്തെ മകനായ രാമനെ വിളിച്ചു. അമ്മയെ വധിക്കാൻ ആജ്ഞാപിച്ചു. ഒരു മടിയും പറയാതെ അവൻ വെൺമൊഴി വീശി രേണുകയെ വധിച്ചു. മാതൃമരണത്തിൽ ശോകം കൊണ്ട പരശുരാമൻ ഉടൻ തന്നെ ബോധശൂര്യനായി നിലംപതിച്ചു. കോപം ഒട്ടടങ്ങിയപ്പോൾ ജമദഗ്നിക്ക് വീണ്ടും വിചാരമുണ്ടായി. അദ്ദേഹം മകനെ എഴുന്നേൽപ്പിച്ച് മടിയിലിരുത്തി താലോലിച്ചു. ദുഷ്കരമായ കാര്യം ചെയ്തതിന് എന്തു വരമാണ് വേണ്ടത് എന്ന് മകനോട് ചോദിച്ചു. അമ്മയ്ക്ക് പുനർജീവിതം ലഭിക്കണമെന്നും ജ്യേഷ്ഠന്മാർക്ക് ശാപമോക്ഷം നൽകണമെന്നും ഈ നടന്നതൊന്നും ആരുടെയും മനസ്സിൽ ഓർത്തിരിക്കാത്തക്കവണ്ണം വിസ്മരിക്കപ്പെടണമെന്നും രാമൻ അച്ഛനോട് ആവശ്യപ്പെട്ടു. സന്തുഷ്ടനായ മുനി രാമൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്തു. കുറേ നാളുകൾക്ക് ശേഷം ഒരിക്കൽ കാർത്തവീര്യാർജുനൻ നർമ്മദാ നദിയുടെ തീരത്തുള്ള വനത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷീണിതനായി അനുചരന്മാരോടൊപ്പം ജമദഗ്നിയുടെ ആശ്രമത്തിലെത്തി. ക്ഷണനേരത്തിനുള്ളിൽ രാജാവിനും അനുചരന്മാർക്കും വേണ്ട ആഹാരം തയ്യാറാക്കി കൊടുത്ത് ജമദഗ്നി അവരെ സൽക്കരിച്ചു. മഹർഷിക്ക് സുശീല എന്ന പേരോടുകൂടിയ ഒരു പശു ഉണ്ടായിരുന്നു. കാമധേനുവിൻ്റെ സഹോദരിയായ ഈ പശു കാമധേനുവിനെ പോലെ തന്നെ എന്തും നൽകാൻ കഴിവുള്ളവളായിരുന്നു. ഈ പശുവിൻ്റെ സഹായത്തോടെയാണ് രാജാവിനെയും സംഘത്തെയും ജമദഗ്നി സൽക്കരിച്ചത്. ഇനി കാർത്തവീര്യാർജുനൻ്റെ അക്രമം.
സൽക്കാരം സ്വീകരിച്ച് സന്തുഷ്ടനായി പോയ രാജാവ് സുശീല എന്ന പശുവിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. മഹർഷിക്ക് എന്തു കൊടുത്തിട്ടായാലും വേണ്ടില്ല, ആ പശുവിനെ സമ്പാദിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് മന്ത്രിയായ ചന്ദ്രഗുപ്തനെ കാർത്തവീര്യാർജുനൻ ജമദഗ്നിയുടെ അടുത്തേക്ക് നിയോഗിച്ചു. രാജ്യത്തിൻ്റെ അർദ്ധഭാഗം വരെ കൊടുക്കാമെന്ന് ചന്ദ്രഗുപ്തൻ പറഞ്ഞിട്ടും ജമദഗ്നി പശുവിനെ കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ കുപിതനായ മന്ത്രി പശുവിനെയും അതിൻ്റെ കിടാവിനെയും ബലമായി പിടികൂടി. എന്നാൽ പശു അവരുടെ പിടിയിൽ നിന്നും വേർപെട്ട് ആകാശത്തേക്ക് ഉയർന്നുപോയി. കിടാവിനെ മന്ത്രി കൊണ്ടുപോയി. പിന്നാലെ ചെന്ന ജമദഗ്നിയെ രാജാവിൻ്റെ ഭടന്മാർ അടിച്ചു കൊന്നു. ജമദഗ്നിയെ അന്വേഷിച്ചിറങ്ങിയ രേണുക അദ്ദേഹം രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അവൾ വാവിട്ടു കരഞ്ഞു. അമ്മയുടെ രോദനം കേട്ട് രാമനും മറ്റുള്ളവരും ഓടിക്കൂടി. പരശുരാമനെ കണ്ടപ്പോൾ രേണുക 21 പ്രാവശ്യം നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. അമ്മ 21 പ്രാവശ്യം നെഞ്ചത്തടിച്ചതുകൊണ്ട് 21 പ്രാവശ്യം ഭൂപ്രദക്ഷിണം ചെയ്ത് സകല ക്ഷത്രിയ രാജാക്കന്മാരെയും കൊന്നൊടുക്കും എന്ന് ഭൃഗുരാമൻ ശപഥം ചെയ്തു. അതിനുശേഷം ജമദഗ്നിയുടെ ജഡം ചിതയിൽ വെച്ചു. എല്ലാവരും വിഷ്ണുഗീതം പാടിക്കൊണ്ടിരുന്നപ്പോൾ ശുക്രാചാര്യർ അവിടെ വന്നു. അദ്ദേഹം മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് ജമദഗ്നിയെ പുനർജീവിപ്പിച്ചു. സുശീലയുടെ കിടാവിനെ കാർത്തവീര്യാർജുനന്റെ അടുക്കൽ നിന്ന് തിരികെ കൊണ്ടുവരണം എന്നുള്ള ദൃഢനിശ്ചയത്തോടെ പരശുരാമൻ മാഹിഷ്മതി നഗരത്തിലേക്ക് തിരിച്ചു. രാജധാനിയുടെ കവാടത്തിലെത്തി രാജാവിനെ പോരിന് വിളിച്ചു. രാജാവ് പോർവിളി സ്വീകരിച്ചു. കാർത്തവീര്യാർജുനൻ സൈന്യ സന്നാഹങ്ങളോടുകൂടി പരശുരാമനോട് ഏറ്റുമുട്ടി. സംഹാര രുദ്രനെ പോലെ പ്രതികാരമൂർത്തിയായി തീർന്ന പരശുരാമൻ തൻ്റെ പരശു കൊണ്ട് കാർത്തവീര്യാർജുനൻ്റെ 1000 കൈകളും അരിഞ്ഞു വീഴ്ത്തി. രാജാവ് ശിരസ്സറ്റു വീണു. അവൻ്റെ പുത്രന്മാർ മിക്കവരും കൊല്ലപ്പെട്ടു. സുശീലയുടെ കിടാവിനെയും കൊണ്ട് രാമൻ അച്ഛൻ്റെ അടുത്തെത്തി. ഇനി രാമൻ്റെ ക്ഷത്രിയവധം. അനേകം പേർക്ക് ജീവഹാനി വരുത്തിയ പാപത്തിൻ്റെ പരിഹാരത്തിനായി രാമൻ മഹേന്ദ്രഗിരിയിൽ പോയി തപസ് ചെയ്യണം എന്ന് ജമദഗ്നി നിർദ്ദേശിച്ചു. അതനുസരിച്ച് രാമൻ തപസ്സിന് പോയി. ആ തക്കം നോക്കി കാർത്തവീര്യാർജുനന്റെ ഒരു പുത്രനായ ശൂരസേനനും അനുയായികളും കൂടി ജമദഗ്നിയുടെ ആശ്രമത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ തല വെട്ടിക്കൊണ്ടുപോയി. പരശുരാമൻ ഇത് അറിഞ്ഞ ഉടൻ തന്നെ മഹേന്ദ്രഗിരിയിൽ നിന്ന് ആശ്രമത്തിലെത്തി ജമദഗ്നിയുടെ ജഡം ചിതയിൽ വെച്ച് ദഹിപ്പിച്ചു. ആ ചിതയിൽ ചാടി രേണുക ആത്മാഹുതി ചെയ്തു സ്വർഗം പ്രാപിച്ചു. പിന്നീട് തൻ്റെ അമ്മയോട് ചെയ്ത ശപഥം നിറവേറ്റാനായി ഭൂമിക്ക് പ്രദക്ഷിണം വെച്ച് സകല ക്ഷത്രിയന്മാരെയും കൊന്നൊടുക്കി. കൊല്ലപ്പെട്ടവരുടെ രക്തം സമന്തപഞ്ചകത്തിലുള്ള 5 കയങ്ങളിൽ ആക്കിത്തീർത്തു. ആ രക്തക്കയങ്ങളിൽ അദ്ദേഹം പുതുക്കൾക്ക് നിണം തർപ്പിച്ചു. ഋചീകൻ മുതലായ പൂർവ്വപിതാക്കൾ അവിടെ പ്രത്യക്ഷപ്പെട്ട് എന്തു വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുവാൻ പരശുരാമനോട് ആവശ്യപ്പെട്ടു. രാമൻ അപേക്ഷിച്ചു, സംഭൂജ പിതാക്കന്മാരെ, നിങ്ങൾ എന്നിൽ സന്തുഷ്ടരായി എങ്കിൽ ക്ഷത്രിയരെ കൊന്നൊടുക്കിയ എൻ്റെ പാപം പരിഹരിക്കുകയും ഈ 5 കയങ്ങൾ തീർത്ഥങ്ങളായി ഭവിക്കുകയും ചെയ്യണം. അങ്ങനെ ആവട്ടെ എന്ന് പിതൃക്കൾ അനുഗ്രഹിച്ചു. അന്നു മുതൽ ആ സ്ഥലം സമന്തപഞ്ചകം എന്ന പേരിൽ ഒരു പുണ്യഭൂമിയായി തീർന്നു. അത് തന്നെയാണ് കുരുക്ഷേത്രം. 21 പ്രാവശ്യം ക്ഷത്രിയരുടെ രക്തം ചിന്തിയതിൻ്റെ പ്രായശ്ചിത്തമായി പരശുരാമൻ തൻ്റെ സമ്പാദ്യമെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. പിന്നീട് അവൻ തെക്കേ സമുദ്രത്തിൻ്റെ തീരത്തു വന്ന് സമുദ്രത്തോട് സ്ഥലം യാചിച്ചു. എന്തെങ്കിലും എറിഞ്ഞ് അത് വീഴുന്നിടത്തോളം സ്ഥലം എടുത്തുകൊള്ളാൻ വരുണൻ അനുമതി നൽകി. പരശുരാമൻ തൻ്റെ പരശു സമുദ്രത്തിലേക്ക് എറിഞ്ഞു. അത് വീണിടത്തോളം സ്ഥലത്ത് നിന്ന് കടൽ ഇറങ്ങി. പ്രസ്തുത സ്ഥലമാണ് ഇപ്പോൾ കേരളമായി അറിയപ്പെടുന്നത്. ഈ പുണ്യസ്ഥലവും ബ്രാഹ്മണർക്ക് നൽകിയ ശേഷം അദ്ദേഹം മഹേന്ദ്രഗിരിയിലെത്തി തപസ് ആരംഭിച്ചു. അദ്ദേഹം ചതുർദശിയിലും അഷ്ടമിയിലും താപസന്മാരെ കാണാറുണ്ട്. അല്ലയോ യുധിഷ്ഠിര, ഈ രാത്രി ചതുർദശിയാണ്. നാളെ നിനക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും. അകൃതവ്രണൻ ഇപ്രകാരം പരശുരാമന്റെ അവദാനങ്ങളെ വർണ്ണിച്ചു കേൾപ്പിച്ചു. യുധിഷ്ഠിരനും ഭ്രാതാക്കളും മറ്റും രാത്രിയിൽ വിശ്രമിച്ചു. അടുത്ത ദിവസം അവർ പരശുരാമനെ ദർശിച്ച് യഥാവിധി പൂജിച്ചു. പിന്നീട് യുധിഷ്ഠിരനും സംഘവും തെക്കോട്ട് യാത്ര തിരിച്ചു. മഹേന്ദ്രഗിരിയിൽ നിന്ന് തെക്കോട്ട് യാത്ര പുറപ്പെട്ട യുധിഷ്ഠിരനും സംഘവും ഗോദാവരി നദിക്കരയിലെത്തി. അതിൽ സ്നാനം ചെയ്തിട്ട് ദ്രാവിഡ നാട്ടിലെത്തി. അവിടെയുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം പടിഞ്ഞാറൻ കടൽക്കരയിലൂടെ വടക്കോട്ട് പുറപ്പെട്ട് ദ്വാരകയ്ക്ക് സമീപമുള്ള പ്രവാസ തീർത്ഥത്തിലെത്തി. അവിടെ വെച്ച് യുധിഷ്ഠിരൻ 12 ദിവസം വായുവും ജലവും മാത്രം ഭക്ഷിച്ച് ചുറ്റിലും ജ്വലിക്കുന്ന അഗ്നി ഉണ്ടാക്കി കഠിനമായി തപസ് ചെയ്തു. ഈ വാർത്ത കർണാകർണികയ ദ്വാരകയിലെത്തി. ബലരാമനും കൃഷ്ണനും സാത്യകിയോടും
മറ്റനുചരരോടും കൂടി പ്രഭാസത്തിലെത്തി യുധിഷ്ഠിരനെ കഠിനമായ തപസ്സിൽ നിന്നും പിന്തിരിപ്പിച്ചു. പാണ്ഡവന്മാരുടെ ദയനീയമായ കഷ്ടസ്ഥിതി കണ്ടപ്പോൾ ബലരാമന്റെ ഹൃദയം അസ്വസ്ഥമായി. അദ്ദേഹം ധർമാധർമ്മങ്ങളുടെ മർമ്മപ്രധാനങ്ങളായ വശങ്ങളെക്കുറിച്ച് വളരെ നേരം സംസാരിച്ചു. ബലരാമൻ: ഹേ കൃഷ്ണ, ധർമ്മിഷ്ഠരായ പാണ്ഡവന്മാർ കാട്ടിൽ കിടന്ന് അലയുന്നു. അധർമ്മിഷ്ഠനായിരുന്നിട്ടും ദുര്യോധനൻ രാജ്യം ഭരിക്കുന്നു. ഇത് കണ്ടാൽ ധർമ്മത്തെക്കാൾ നല്ലത് അധർമ്മമാണെന്ന് അല്പബുദ്ധികളായ മനുഷ്യൻ ധരിക്കും. അവർ ധർമാധർമ്മങ്ങളെപ്പറ്റി മറിച്ച് വ്യാഖ്യാനിക്കും. ധർമ്മം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്ന ഭീഷ്മരും ദ്രോണരുമൊക്കെ പാണ്ഡവന്മാരെ വനത്തിലേക്ക് അയക്കുന്നതിന് കൂട്ടുനിന്നില്ലേ? സകല കൗരവമുഖ്യന്മാരും ദുഷ്ടന്മാർ തന്നെയാണ്. ഉജ്ജമ്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് ധൃതരാഷ്ട്രൻ അന്ധനായി തീർന്നത്. ഇനിയും ഇപ്പോൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമായി എന്തൊക്കെയാണ് അയാൾ അനുഭവിക്കാൻ പോകുന്നത്? പക്ഷെ ഒന്ന് നിശ്ചയം, പാണ്ഡവന്മാർ ധൃതരാഷ്ട്രന്മാരെ ഒന്നിനെയും ബാക്കി വയ്ക്കാതെ കൊന്നൊടുക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഇത് കേട്ടപ്പോൾ സാത്യകിക്ക് രോഷം കത്തിജ്വലിച്ചു. അയാൾ പറഞ്ഞു: പാണ്ഡവന്മാരോടുള്ള സഹതാപം വാക്കുകൊണ്ട് മാത്രം പ്രകടിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അത് പൗരുഷശാലികളായ യോദ്ധാക്കൾക്ക് ചേർന്നതല്ല. അവർ പ്രവൃത്തി കൊണ്ടാണ് സഹതാപം കാണിക്കേണ്ടത്. അധർമ്മത്തെ എതിർക്കാൻ ആർക്കും അവകാശമുണ്ട്. കഴിവുറ്റ അനവധി ആളുകൾ നമ്മുടെ പക്ഷത്തുണ്ട്. നമുക്ക് സുയോധനാദികളെ നിഷ്പ്രയാസം പരാജിതരാക്കി പാണ്ഡവന്മാർക്ക് രാജ്യം വീണ്ടെടുത്തു കൊടുക്കാൻ കഴിയും. അതാണ് നാം ചെയ്യേണ്ട കാര്യം. ബലരാമനും സാത്യകിയും പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കൃഷ്ണൻ പറഞ്ഞു: നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷേ മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ വിസ്മരിച്ചു കളഞ്ഞു. സ്വന്തം ഭുജബലത്താൽ വീണ്ടെടുക്കാൻ കഴിയാത്ത രാജ്യം ഈ ധർമ്മജ്ഞൻ ഭരിക്കുന്നതിന് ഇച്ഛിക്കുകയില്ല. കാമം, ഭയം, ലോഭം എന്നിവ കൊണ്ടൊന്നും യുധിഷ്ഠിരൻ സ്വന്തം ധർമ്മം കൈവെടുകയില്ല. പാണ്ഡവന്മാർ യുദ്ധത്തിൽ അജയ്യരും ഭൂമിയിൽ അതുല്യരുമാണ്. അവർ സന്ദർഭം വരുമ്പോൾ അത് വ്യക്തമാക്കും. അതിനു മുമ്പ് അവർക്ക് വേണ്ടി കൗരവരോട് യുദ്ധത്തിന് പോയാൽ അത് ധർമ്മദീക്ഷിതരായ പാണ്ഡവന്മാരുടെ പൗരുഷത്തെ നാം അപമാനിക്കുന്നതിന് തുല്യമാണ്. നാം അപ്രകാരം ചെയ്താൽ അത് ധർമ്മപുത്രരുടെ ധർമ്മനിഷ്ഠയ്ക്ക് ഭംഗം വരുത്തും. അതുകൊണ്ട് നാം തൽക്കാലം ക്ഷമിക്കുകയാണ് വേണ്ടത്. കൃഷ്ണന്റെ അഭിപ്രായം യുധിഷ്ഠിരന് ഏറെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു: മാധവ, നീ പറഞ്ഞാണ് ശരി. എന്നെ ശരിക്കും മനസ്സിലാക്കിയിരുന്നവൻ നീ മാത്രമേ ഉള്ളൂ. നീയാണ് എൻ്റെ നാഥൻ. ബലരാമനും സാത്യകിയും മറ്റുള്ളവരും സമാധാന ചിത്തരായി യാദവർ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. ഇതോടുകൂടി ഈ പരശുരാമൻ എന്ന അധ്യായം ഇവിടെ കഴിഞ്ഞു. ഇനി ചവന മഹർഷിയും സുകന്യയും എന്ന അധ്യായം അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.